Hello friends, welcome back to another episode of Sajil's Tech Center. My name is Sajil Latif. In this video, I will share Facebook Facebook group services promote tutorial. കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അതുമല്ലെങ്കിൽ ചിലരുടെ അക്കൗണ്ട് എല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ ബ്ലോക്ക് ആയിട്ടുണ്ട് അതിന്റെയൊക്കെ റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടൈറ്റിലും അതുപോലെ ഫോർ എക്സാമ്പിൾ ഐ വിൽ ക്രിയേറ്റ് എ ലോഗോ ഫോർ യുവർ കമ്പനി അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ആയിരിക്കും നിങ്ങൾ സർവീസിന്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടൈറ്റിൽ നിങ്ങൾ കോപ്പി ചെയ്യുക എന്നിട്ട് ഒരു നോട്ട് പാഡ് എടുക്കുക നോട്ട് പാഡിൽ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ നിങ്ങളുടെ സർവീസ് പേജിന്റെ ഏറ്റവും മുകളിലുള്ള വെബ് അഡ്രസ്സ് അതായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട അഡ്രസ്സ് ആ വെബ് അഡ്രസ്സ് കൂടി കോപ്പി ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ നോട്ട് പാഡിന്റെ ഈ ഹെഡിങ്ങിന്റെ താഴെയായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇതെപ്പോഴും നിങ്ങൾ ഈ നോട്ട് പാഡിൽ ഒന്ന് സേവ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു ഗ്രൂപ്പിന്റെ ലിസ്റ്റുകൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും തന്നിരുന്നു അത് ചെക്ക് ചെയ്യുക അതുമല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിന്റെ ഡൗൺലോഡ് ലിങ്ക് വീണ്ടും ഇടുന്നുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിൽ പോയി എല്ലാത്തിലും ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട് പാഡിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രണ്ട് ടെക്സ്റ്റും നിങ്ങൾ കോപ്പി ചെയ്യുക എന്നിട്ട് ഓരോ ഗ്രൂപ്പിലായിട്ട് പേസ്റ്റ് ചെയ്യുക ഓപ്പൺ ചെയ്യുക പേസ്റ്റ് ചെയ്യുക ഈ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം 3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ നിങ്ങൾ മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോകാൻ പാടുള്ളൂ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓൾറെഡി കോപ്പി ചെയ്തിരിക്കുന്ന ഈ ഫയൽ ജസ്റ്റ് ഓരോ സെക്കൻഡ് 2 സെക്കൻഡ് ഇടവിട്ട് പേസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 അവേഴ്സ് ബ്ലോക്ക് ആവും ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യും കാരണം സ്പാമിംഗ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചവർ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം 10 സെക്കൻഡിനുള്ളിലൊന്നും നിങ്ങൾ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ പാടില്ല ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം 3 മിനിറ്റോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ മറ്റൊരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒരു 15 ഗ്രൂപ്പിൽ മാത്രം ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ വീണ്ടും പിറ്റേ ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതേ ഒരു 24 അവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫേസ്ബുക്കിന്റെ റൂൾസിനൊന്നും എതിരാകാത്ത രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാതിരിക്കുള്ളൂ അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട്സ് ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് അവർ ബ്ലോക്ക് ചെയ്യും കാരണം പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും പോസ്റ്റുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും ഫേസ്ബുക്കിൽ അതെല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓട്ടോമാറ്റിക് ഫിൽട്ടർ ആവും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആവും അതുപോലെ തന്നെ അൺബ്ലോക്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ അൺബ്ലോക്ക് ചെയ്യാൻ ഫേസ്ബുക്ക് ചോദിക്കുന്നത് ഓരോ ഫ്രണ്ട്സിന്റെ പിക്ചർ കാണിച്ചിട്ട് ഇതാരാണ് എന്നായിരിക്കും അത് നിങ്ങളപ്പോൾ പേര് അതിൽ നിന്ന് സെലക്ട് ചെയ്യണം അതൊന്നും നടക്കാത്ത സംഭവമാണ് പക്ഷെ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഒരിക്കലും യൂസ് ചെയ്യാനും പറ്റില്ല സോ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് സോ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സർവീസുകൾ ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ എന്നോട് ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇതുവരെ വർക്ക് വന്നില്ല 24 അവേഴ്സ് കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ഏകദേശം ഒരു 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആദ്യത്തെ വർക്ക് കിട്ടിയിരുന്നത് സോ നിങ്ങൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏകദേശം ഒരു 3 മാസമെങ്കിലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 1-2 ദിവസം ഇടവിട്ട് നിങ്ങളുടെ ആഡുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളെല്ലാം ബിസിനസ് ഗ്രൂപ്പുകളായിരിക്കും അതിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലയൻസിന് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ സർവീസിന് ഒരു ബാക്ക് ലിങ്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് അതല്ലാതെ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ വർക്ക് കിട്ടും എന്ന് ആരും വിചാരിക്കേണ്ട കിട്ടില്ല ഈ ഓൺലൈൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല നിങ്ങൾക്ക് ഡോളേഴ്സ് ഏൺ ചെയ്യാൻ ആദ്യത്തെ ഡോളർ ഏൺ ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഏൺ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടും അത് അനുസരിച്ച് നിങ്ങൾ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഫ്രീലാൻസിങ് ജോബ് ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക വളരെയധികം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ഒരു 3-4 മാസം നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊമോഷന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ പിന്നുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടുള്ളൂ അല്ലാതെ ഡയറക്റ്റ് ഒരു ദിവസം കൊണ്ടൊന്നും വർക്ക് കിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം വർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ
ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സർവീസുകൾ, അതായത് ഏത് ഫ്രീലാൻസിങ് സർവീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയലാണ്. കുറേ നാളിന് മുമ്പ് ഞാൻ കുറിച്ചൊരു ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. സോ അത് കാണാത്തവർക്ക് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഫൈവറിൽ എൻ്റെ ഒരു സർവീസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഡാഷ്ബോർഡ് ഫൈവറിൽ. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഗിഗ്സിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സർവീസാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സർവീസ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ റൈറ്റിൽ കാണുന്ന ഈ ഒരു ചെറിയ ആരോ ഇതിൽ പ്രസ് ചെയ്തിട്ട് പ്രിവ്യൂവിൽ പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ സർവീസ് പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പേജ് ആയിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡെസ്ക്ടോപ്പിലേക്ക് വരിക, എന്നിട്ട് ഒരു നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ ഫേസ്ബുക്ക് പ്രൊമോഷൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്യുക. അത് എന്നിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇതാണ് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ്. ഇത് ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുക. ദെൻ എൻ്റർ ചെയ്യുക. വീണ്ടും ഈ ഒരു പേജ് നമ്മളിപ്പോൾ ക്ലയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക് ലിങ്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ വെബ് അഡ്രസ്സ് കൂടി കോപ്പി ചെയ്തെടുക്കുക. ആ ഒരു വെബ് അഡ്രസ്സ് കൂടി നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഫയലിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ മറ്റുള്ള ഏതൊരു സർവീസും നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കുക, പ്രിവ്യൂ എടുക്കുക, അതിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്യുക, അതുപോലെ തന്നെ മുകളിലുള്ള ഈ വെബ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഈ സെയിം നോട്ട് പാഡിൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു ലൈനിലായിട്ട് കൊടുത്ത് സേവ് ചെയ്ത് വെക്കുക. എപ്പോഴും ഇതുപോലെ ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ദെൻ വെബ് അഡ്രസ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു നോട്ട് പാഡ് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഏതൊരു സർവീസ് വേണമെങ്കിലും ഇതുപോലെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം, ഫേസ്ബുക്കിലേക്ക് പ്രൊമോട്ട് ചെയ്യാം. സോ എല്ലാ സർവീസിനെ കുറിച്ച് ഉള്ള ഇതുപോലെ 2 ഹെഡിങ്ങും അതുപോലെ തന്നെ വെബ് അഡ്രസ്സും കൂടി നിങ്ങൾ ഒരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെക്കുക. എത്ര സർവീസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള ടൈമിൽ ഏതൊരു സർവീസാണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് ഇതുപോലെ കോപ്പി ചെയ്യാം. ഇനി നമുക്ക് ഫേസ്ബുക്കിലേക്ക് വരാം. ഓക്കെ, ഫേസ്ബുക്കിൽ ഇവിടെ എക്സ്പ്ലോറിൻ്റെ താഴെ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് പ്രൊമോട്ട് ചെയ്യുന്ന സർവീസ് കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ലിങ്ക് നിങ്ങൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക റൈറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ. ഇപ്പോൾ പല ഗ്രൂപ്പുകളിൽ ഇവിടെ സോൾഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ ചെയ്യരുത്. ഇതുപോലെ റൈറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ മാത്രം ചെയ്യുക. കാരണം സെയിൽസ് പോസ്റ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് റിമൂവ് ആവും, അല്ലെങ്കിൽ ഇപ്പോൾ സോൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഈ റൈറ്റ് പോസ്റ്റിൽ തന്നെ വന്ന് നിങ്ങൾ ചെയ്യുക. നിങ്ങളിപ്പോൾ ഇതിൽ കോപ്പി പേസ്റ്റ് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇമേജൊക്കെ ഓട്ടോമാറ്റിക് ഫെച്ച് ആയിട്ട് വരും. ദെൻ പോസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഒറ്റയടിക്ക് ഇതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പും ഓപ്പൺ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കാരണം ഫേസ്ബുക്ക് അക്കൗണ്ട് അത് സ്പാമിംഗ് എന്ന ലിസ്റ്റിലിട്ടിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏകദേശം 2 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ 7 ദിവസമോ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കും. സോ അതുപോലെ അത്ര സ്പീഡിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട് ഒരിക്കലും ഇതുപോലുള്ള പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യരുത്. അക്കൗണ്ട് ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതുപോലെയാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.